ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അത്തൂസ് റിതം ഓഫ് ലൈഫ്. DIY ബ്യൂട്ടി കോർണറിലെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ബാത്ത് പൗഡറാണ് കേട്ടോ. ഒരു ഉട്ടൻ ബോഡി ഫേസ് വാഷ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പേര് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് സോപ്പിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോഡി വാഷാണ്. സോപ്പിന് പകരം എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിരുന്നു, പയറുപൊടി, കടലമാവൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സോപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന അതേ എളുപ്പത്തിൽ തന്നെ അത്രയും നല്ല ഇതിൽ യൂസ് ചെയ്യാൻ, പക്ഷേ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാണ്. കാരണം നാച്ചുറൽ റെമഡീസ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനും ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമയം കളയാനുള്ള ഇത്തിരി മടി കൊണ്ടാണ് നമ്മൾ ആരും ചെയ്യാത്തത്. പക്ഷെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇപ്പം നമുക്കൊരു 30s വരെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. 30s കഴിഞ്ഞവരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല, ചെറിയൊരു അനുസരണയില്ലായ്മയൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതൊക്കെ ഒത്തിരി വന്നിട്ട് ഇപ്പോൾ പിഗ്മെന്റേഷൻ, മെലാസ്മ, കുരുക്കൾ, പാടുകൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ വന്നിട്ട്, കരിമംഗല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ നാച്ചുറൽ റെമഡീസ് ഒന്നും യൂസ് ചെയ്താൽ ചിലപ്പോൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതേപോലെ പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതൊക്കെ വരുന്നതിന് മുന്നേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചാൽ മതിയാവും. ഈ ഒരു ബാത്ത് പൗഡർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഭയങ്കര നല്ലതായിരിക്കും. നമ്മൾ പിന്നെ സ്കിന്നിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. പക്ഷേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുറച്ചൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. പക്ഷേ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നമുക്ക് മാത്രമാണോ എന്ന് ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാ നാച്ചുറൽ ഇൻഗ്രീഡിയൻസും നമുക്ക് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് ഉട്ടൻ ബോഡി ഫേസ് വാഷ്. ഉട്ടൻ എന്താണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഉട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെയും കുറച്ച് ആയുർവേദിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെയും ഒരു മിക്സ്ചർ ഓഫ് പൗഡേഴ്സ്, അത്രയേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പീസ് അല്ലെങ്കിൽ ഫോർമുലേഷൻസ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരും ചെയ്യുന്നതിലേക്ക് പലതിനും പലതായിരിക്കും. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് തോന്നുന്നതനുസരിച്ചിട്ട് നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ബെനിഫിറ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സമയം കളയാതെ നേരെ പ്രിപ്പറേഷനിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കുക. പച്ചരിയാണ്, ഇതൊരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഉണക്കി എടുത്തേക്കുന്ന കേട്ടോ. ഇത് മസൂർ ദാൽ അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന പരിപ്പാണ്, 1/2 കപ്പുണ്ട്. ഇത് ഞാനൊരു 2-3 നമ്മുടെ റോസാപ്പൂവ് ഉണക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊരു 3 റോസാപ്പൂവുണ്ട്. നമ്മളിതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും സ്കിന്നിന് ഒത്തിരി ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞ് വെറുതെ സമയം കളയുന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. അടുത്തത് വേണ്ടത് കടലമാവാണ്, അതൊരു 1/2 കപ്പ് വേണം. പിന്നെ ഇത് പാൽപ്പൊടിയാണ്, പാൽപ്പൊടി 1/4 കപ്പ് വേണം. മുൾട്ടാണി മിട്ടി 1/4 കപ്പ് വേണം. പിന്നെ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് 1/4 കപ്പ് വേണം. ഇനി ഇതെല്ലാം കൂടി ഡ്രൈ റോസ്റ്റ് ആണ് വേണ്ടത്. സ്റ്റവിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യണം. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ ചിലത് നന്നായിട്ട് ചൂടാവില്ല, ചിലത് ഓവറായിട്ട് ചൂടായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ചൂടാക്കേണ്ടത് നമ്മുടെ റോസ് പെറ്റൽസും പിന്നെ ബാക്കിയുള്ള പൊടികളായിട്ടുള്ളതുമാണ്. ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ചൂട് മാത്രം മതി, ചൂടിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ പൊടികൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പയറുവർഗ്ഗങ്ങളും അരിയും റോസ് പെറ്റൽസും കൂടി ഉള്ളതാണ്. ഇത് നമുക്കിനി നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന ഒന്നെങ്കിൽ ചെറിയ തരിയായിട്ട് പൊടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. അത് നമ്മുടെ ഇഷ്ടമാണ്. ചെറിയ തരിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടും നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്യുമ്പോൾ. ഞാനൊരു പൊടിക്ക് തരിയായിട്ടാണ് എടുക്കുന്നത്. നല്ല ഫൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്യാനുള്ളതുണ്ടാവും. നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കണ്ടെയ്നറിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ബാത്റൂമിൽ തന്നെ വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. നമുക്ക് സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്കത് 1-2 മിനിറ്റിനുള്ളിൽ വാഷ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഞാനിപ്പോൾ പാലോ യൂസ് ചെയ്തേക്കണം, പാലോ വെള്ളമോ നമ്മുടെ റോസ് വാട്ടറോ ക്യുക്കുംബർ ജ്യൂസോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഞാൻ ഒരു പാക്ക് ആക്കിയിട്ട് ഇതൊന്ന് കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ കൈയാണ് നമുക്ക് ഏറ്റവും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്കിന്ന്. കാരണം നമ്മൾ ജോലിയൊക്കെ ചെയ്തപ്പോൾ ചൂടും പിന്നെ അതുപോലെ തന്നെ ഡിഷ് വാഷ് അങ്ങനെയുള്ള കെമിക്കൽസൊക്കെ വന്നിട്ട് നമ്മുടെ കയ്യിലെ സ്കിന്നായിരിക്കും ടാനൊക്കെ അടിച്ച് വല്ലാണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് കഴുകുമ്പോൾ തന്നെ നമുക്കൊരു ക്ലെൻസിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിടാം.